നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് ശമനമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വരുന്ന 5 ദിവസങ്ങളിൽ ഒരു ജില്ലയിലും പ്രത്യേക മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. എന്നാൽ ഇന്ന് 4 ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം എന്നീ ജില്ലകളിലാണ് നേരിയ മഴയ്ക്ക് സാധ്യത. ഈ ജില്ലകളിൽ ഗ്രീൻ അലേർട്ട് ആണ്. നേരിയ ഇടത്തരം മഴയ്ക്കുള്ള സാധ്യതയെയാണ് ഗ്രീൻ അലേർട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുതി ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുതി ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. ആയതിനാൽ പൊതുജനങ്ങൾ താഴെ പറയുന്ന മുൻകരുതൽ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലിലും ജനലിലും അടുത്ത് നിൽക്കാതിരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുതി ഉപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്. ജനുവരിയിലെ ചൂടുള്ള കാലാവസ്ഥയ്ക്ക് ശേഷം ഫെബ്രുവരിയിലും ചൂട് കൂടുതലായിരിക്കുമെന്നും ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മിക്ക ഭാഗങ്ങളിലും സാധാരണയേക്കാൾ ഉയർന്ന താപനിലയും സാധാരണയേക്കാൾ കുറഞ്ഞ മഴയും ലഭിക്കുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അതായത് IMD അറിയിച്ചു. ഫെബ്രുവരിയിലെ മഴ ദീർഘകാല ശരാശരിയായ 22.7 മില്ലിമീറ്ററിന്റെ 81% താഴെയായിരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയുടെ പടിഞ്ഞാറൻ, മധ്യ ഉപദ്വീപ്, വടക്ക് പടിഞ്ഞാറൻ എന്നിവിടങ്ങളിലെ ചില പ്രദേശങ്ങൾ ഒഴികെ രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും സാധാരണയിൽ താഴെ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും IMD ഡയറക്ടർ ജനറൽ മൃത്യുഞ്ജയ് മൊഹാപത്ര പറഞ്ഞു. വടക്ക് പടിഞ്ഞാറൻ, ഉപദ്വീപ് എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങൾ ഒഴികെ മിക്ക പ്രദേശങ്ങളിലും ഫെബ്രുവരിയിലെ കുറഞ്ഞ താപനില സാധാരണയേക്കാൾ കൂടുതലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും IMD അറിയിച്ചിട്ടുണ്ട്. ജനുവരിയിൽ ഇന്ത്യയിൽ ശരാശരി 4.5 മില്ലിമീറ്റർ മഴ ലഭിച്ചതായും ഇത് 1901 ശേഷമുള്ള 4ാമത്തെ ഏറ്റവും കുറഞ്ഞ മഴയാണെന്നും 2001 ശേഷമുള്ള 3ാമത്തെ ഏറ്റവും കുറഞ്ഞ മഴയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജനുവരിയിൽ രാജ്യത്തെ ശരാശരി താപനില 18.98 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. 1901 ശേഷമുള്ള 3ാമത്തെ ഉയർന്ന താപനില 1901 ശേഷമുള്ള ഏറ്റവും ചൂടേറിയ ഒക്ടോബർ മാസവും ഇന്ത്യയിൽ 2024 രേഖപ്പെടുത്തി. പ്രതിമാസ ശരാശരി താപനില സാധാരണയേക്കാൾ ഏകദേശം 1.2 ഡിഗ്രി സെൽഷ്യസ് കൂടുതലായിരുന്നു. 123 വർഷത്തിനിടയിലെ ഏറ്റവും ചൂടേറിയ 3ാമത്തെ നവംബറാണ് കഴിഞ്ഞുപോയത്. നേരത്തെ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ വടക്കേ ഇന്ത്യയിൽ സാധാരണയിലും താഴെയായിരിക്കും മഴ ലഭിക്കുകയെന്നും LPAയുടെ 86% താഴെയായിരിക്കുമെന്നും IMD പ്രവചിച്ചിരുന്നു. അതായത് 184.3 മില്ലിമീറ്റർ.